തങ്കം ഫാമിലി കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചപ്പാത്തിയുടെ റെസിപ്പിയാണ്. ചപ്പാത്തിയുടെ റെസിപ്പിയാണെന്ന് കരുതി ആരും വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെടും. മാവ് കുഴയ്ക്കുമ്പോഴും മടക്കി പരത്തുമ്പോഴും ഒക്കെ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പൊറോട്ടയെക്കാളും സ്വാദിലും മയത്തിലുള്ള ഒരുപാട് ലെയറുകളുള്ള ഒരു ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി മാവ് കുഴയ്ക്കാം. അരക്കപ്പ് ചോറ്, അല്പം ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത്, ഒരു 2 ടീസ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ചോറ് അരയ്ക്കുന്നത് ചപ്പാത്തിക്ക് നല്ല മയം കിട്ടാനാണെന്ന് ഒരുവിധം എല്ലാവർക്കും അറിയാം. അത് തന്നെ ഇവിടെ ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ പാത്രത്തിൽ നമുക്ക് മാവ് കുഴച്ചെടുക്കാനുള്ളതാണ്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഏതെങ്കിലും ഒരു ഓയിലോ നെയ്യോ ചേർക്കാം. പെറോട്ടയ്ക്ക് ഉള്ളതുപോലെ അല്പം രുചിയും മണമൊക്കെ ഒന്ന് വരാൻ വേണ്ടിയിട്ട് 1 നുള്ളു സോഡാപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി 1 കപ്പ് ഗോതമ്പ് പൊടി ചേർക്കാം. 1 കപ്പ് നിറച്ച് ചേർത്തോളൂ, അല്പം കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. വേണമെങ്കിൽ അല്പം വെള്ളം കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് തേച്ച് കുഴയ്ക്കണം. ആ ചോറും ഓയിലും സോഡാപ്പൊടി ഉപ്പ് എല്ലായിടവും നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരണം. വേണമെങ്കിൽ അല്പം വെള്ളം കൂടി ചേർക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തേച്ച് ഒന്ന് കുഴയ്ക്കണം. കേട്ടോ, ഇതുപോലെ ഒന്ന് തേച്ച് കുഴയ്ക്കണേ. സാധാരണ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിനേക്കാളും അല്പം കൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വേണം കിട്ടാൻ. അവിടെ ഇതുപോലെ സോഫ്റ്റ് ആയിരിക്കണം. നിങ്ങൾക്ക് മൈദ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഈ റെസിപ്പി നിങ്ങൾ തീർച്ചയായിട്ടും മൈദ തന്നെ ഉപയോഗിച്ച് ചെയ്യുക. അപ്പോഴാണ് ഇത് കൂടുതൽ ടേസ്റ്റും സോഫ്റ്റും ആയിട്ട് കിട്ടുന്നത്. മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം. കൂടുതൽ സമയം വെക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് കുറച്ച് ഓയിലൊക്കെ തേച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു നനഞ്ഞ തുണി കൊണ്ടൊന്ന് മൂടി വയ്ക്കണം. അപ്പം മാവ് ഞാനൊരു 5 ബോളായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു കപ്പിലേക്ക് കുറച്ച് മൈദയും കുറച്ച് ഓയിലും എടുത്ത് വെക്കുക. കുക്കിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ മുകളിൽ വെച്ചാണ് ഞാനിത് പരത്തിയെടുക്കുന്നത്. അപ്പോൾ മാക്സിമം വലിപ്പത്തിൽ നമുക്ക് പരത്താൻ പറ്റും. പൊടി തൂകി പരത്തിയെടുത്താൽ മതി, ഓയിലൊന്നും ചേർക്കണ്ട. ഇതുപോലെ പൊടി തൂകി മാക്സിമം വലിപ്പത്തിൽ നമ്മൾ പരത്തിയെടുക്കുക. അപ്പം വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് വലിച്ചുകൂടെ ഒന്ന് കനം കുറച്ച് വലിച്ചെടുത്താൽ മതി. അപ്പം കുറച്ചും കൂടെ വലിപ്പത്തിലൊക്കെ കിട്ടും. എന്നിട്ട് ഇതിൻ്റെ മുകളിലിട്ട് നമ്മൾ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അതാണ് കൂടുതലും നല്ലത്. ഇങ്ങനെയുള്ള റെസിപ്പികൾ ചെയ്യാൻ കൂടുതലും നല്ലത് സൺഫ്ലവർ ഓയിലാണ്. എന്നിട്ട് മൈദ കുറച്ച് ഇതുപോലെ തൂക്കി കൊടുക്കുക. 2 ടീസ്പൂണ് മൈദയൊക്കെ വേണ്ടി വരുന്നുണ്ട്. കാരണം അത് വലിപ്പത്തിനനുസരിച്ച് മൈദയുടെ ആവശ്യം വരും. എന്നിട്ട് നമ്മൾ മടക്കുന്ന ഒന്ന് ശ്രദ്ധിക്കുക. ഇതുപോലെ പകുതി വരെ മടക്കി 2 സൈഡിൽ നിന്നും എടുത്ത് പകുതി വരെ മടക്കിയിട്ട് അത് കണ്ട് ഇങ്ങനെ ഒന്ന് തിരിച്ചാണ് മടക്കുന്നത്. പിന്നെ വീണ്ടും അകത്തോട്ടല്ല മടക്കുന്നത്, പുറത്തോട്ടാണ് മടക്കുന്നത്. ആ പുറത്തോട്ട് മടക്കുമ്പോൾ ഉള്ള ആ ലെയറിൻ്റെ ഇടയ്ക്ക് കൂടെ കുറച്ച് മൈദയും ഓയിലും കൂടെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു ലെയറും കൂടെ കൂടുതൽ കിട്ടും. എന്നിട്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഓയിലും ഇതുപോലെ കുറച്ച് മൈദയും കൂടെ തേച്ച് കൊടുക്കണം. നിങ്ങൾ ഓയിൽ ഒഴിവാക്കിയാലും മൈദ ഒരിക്കലും ഒഴിവാക്കരുത്. മൈദ നിങ്ങൾ തേച്ച് കൊടുത്തില്ലെങ്കിൽ ആ ലെയർ കിട്ടാൻ ഭയങ്കര പാടാണ്. നമ്മൾ ആദ്യം മടക്കിയ പോലെ വീണ്ടും 2 സൈഡിൽ നിന്ന് നടുക്കോട്ട് മടക്കിയിട്ട് വീണ്ടും ഇതുപോലെ തിരിച്ചു മടക്കുക. തിരിച്ച് ഇങ്ങോട്ടല്ല മടക്കേണ്ടത്, അകത്തോട്ടാണ് മടക്കേണ്ടത്. കണ്ടോ എത്ര ലെയർ കിട്ടിയെന്നറിയാമോ? ഈ ലെയർ എല്ലാം നമുക്ക് ചപ്പാത്തിക്ക് കിട്ടുന്നതാണ് ഇതുപോലെ മടക്കുമ്പോൾ. വീണ്ടും ഒന്നുകൂടെ പറയാം. നമ്മൾ ആദ്യം ഓയിൽ നല്ല കനം കുറച്ച് പരത്തിയതിന് ശേഷം ഓയിൽ തേക്കുന്നു, മൈദ വിതറുന്നു, ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് പകുതി വരെ മടക്കുന്നു, മറ്റേ സൈഡിൽ നിന്നും പകുതി വരെ മടക്കുന്നു. ഇനി ഇതുപോലെ നടുക്കൊന്ന് പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് മടക്കുന്നു. അപ്പോൾ ഇങ്ങനെ മടക്കുമ്പോൾ ആ അടി വരുന്ന ഭാഗമുണ്ടല്ലോ, അവിടെ അല്പം മൈദ ഓയിൽ തേച്ച് കൊടുത്താൽ ഒരു ലെയറും കൂടെ കൂടുതൽ കിട്ടും. വീണ്ടും നമ്മൾ ഓയിൽ തേക്കുന്നു, കുറച്ച് മൈദ വിതറുന്നു, വീണ്ടും ഇതുപോലെ സൈഡിൽ നിന്ന് നടുക്ക് വരെ പകുതി വരെ, ഈ സൈഡിൽ നിന്നും വീണ്ടും പകുതി വരെ അത്രയും മടക്കി വെച്ചതിന് ശേഷം ഇനി ഇങ്ങോട്ടല്ല മടക്കണ്ടേ, തിരിച്ച് അകത്തോട്ടാണ് മടക്കേണ്ടത്. ഇങ്ങനെ മടക്കുമ്പോൾ ഈ അകത്ത് സൈഡിൽ കൂടെ കുറച്ച് പൊടിയും ഓയിലും കൂടെ തേച്ച് കൊടുക്കുക, ഒരു ലെയറും കൂടെ കിട്ടും. എന്നിട്ട് ഇങ്ങനെയെല്ലാം നമുക്ക് പൊടി വെതറി മടക്കി വയ്ക്കാം. ഇതുണ്ട്, ഈ ഭാഗമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അവിടെ കുറച്ച് പൊടിയും ഓയിലും കൂടെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ലെയറും കൂടെ കിട്ടും. അങ്ങനെ ഇതെല്ലാം നമ്മൾ മടക്കി വെച്ചിട്ട് ചട്ടി ചൂടാക്കാൻ വെക്കണം. ചട്ടി ചൂടായി വന്നതിന് ശേഷം മാത്രമേ ഓരോ ചപ്പാത്തിയും എടുത്ത് പരത്താവുള്ളൂ. അപ്പോൾ ഇത് പരത്തുമ്പോൾ സാധാരണ ചപ്പാത്തിയുടെ കനത്തിൽ പരത്തിയെടുക്കുക. അപ്പോൾ പരത്തിയ ഉടനെ ചുട്ടെടുക്കണം. ഓരോന്നോരോന്ന് എല്ലാം കൂടി നിരത്തി വെക്കരുത്. ആ ലെയറുകളെല്ലാം തമ്മിൽ ഒട്ടിപ്പോകും. നമ്മുടെ ചപ്പാത്തി കല്ല് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും ഫ്ലെയിം മീഡിയത്തിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ താഴോട്ട് മാറ്റിയതിന് ശേഷം വേണം ചപ്പാത്തി ചുട്ടെടുക്കാൻ. ഇത്രയും ലെയറുള്ള ചപ്പാത്തി ആയതുകൊണ്ട് ആ സൈഡ് വേവുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അല്പം എണ്ണ തേച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തും കൊടുക്കണം. അപ്പോൾ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുന്നത് ഒഴിവാക്കണ്ട. കാരണം ആ എണ്ണ തേച്ച് കൊടുക്കുമ്പോൾ ആ എണ്ണ ചൂടായിട്ട് അകത്തെ ലെയറിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ആ ലെയർ നല്ലപോലെ വെന്ത് കിട്ടും. ഇപ്പോൾ 2 സൈഡും നന്നായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കോർണറൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം.
ഒരുപാട് അങ്ങ് പ്രസ് ചെയ്യരുത്, തമ്മിൽ ഒട്ടിപ്പോവും. ഒരു സോഫ്റ്റായിട്ട് വേണം പ്രസ് ചെയ്ത് കൊടുക്കാൻ. നമ്മൾ ചപ്പാത്തി ഇങ്ങനെ ബോൾ പോലെ പൊങ്ങി വരാൻ വേണ്ടിയിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കത്തില്ലേ, അതുപോലെ ഒന്ന് പതുക്കെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചൂടകത്തോട്ട് ചെന്നിട്ട് സൈഡ് നന്നായിട്ട് വെന്ത് കിട്ടും. അങ്ങനെ എല്ലാ ചപ്പാത്തിയും നമുക്ക് ചുട്ടെടുക്കാം. സാധാരണ പൊറോട്ട ഉണ്ടാക്കുന്നതിനേക്കാളും ഒരു 4 ഓയിൽ നമുക്ക് ചിലവാകത്തുള്ളൂ ഇതുപോലെ ചപ്പാത്തിക്ക് പരുത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ടേസ്റ്റ് ആണേലോ ആ പൊറോട്ടയെക്കാളും ടേസ്റ്റും കാണും, മയവും ഉണ്ടാവും. അപ്പോൾ ഈ ചപ്പാത്തിയൊക്കെ സ്ക്വയർ അല്ലേ, ഇത് നമുക്കൊന്ന് റൗണ്ട് ആക്കി വേണമെങ്കിൽ ഉണ്ടാക്കാം. ഒരു ടിഫിൻ ബോക്സിൻ്റെ മൂടി കൊണ്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടും. അപ്പം നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ ചപ്പാത്തി കൊടുക്കുമ്പോഴാണ് കൂടുതൽ നല്ല ഭംഗിയും കിട്ടും, നല്ല സോഫ്റ്റും ആയിരിക്കും കേട്ടോ. നമുക്ക് കഴിക്കാനിപ്പോൾ സ്ക്വയറായിട്ടൊക്കെ ചുട്ടെടുത്താലും കുഴപ്പമൊന്നുമില്ല. എല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത് 2 റൗണ്ടിൽ ചുട്ടെടുത്തത്, ബാക്കി 3 സ്ക്വയറിൽ തന്നെ ചുട്ടെടുത്തത്. അപ്പം മയം എല്ലാം ഒരുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ചൂടോടുകൂടി തന്നെ ഇതുപോലെ നമ്മൾ ഈ പൊറോട്ടയ്ക്ക് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കത്തില്ലേ, ആ ലെയർ തിരിയാൻ വേണ്ടിയിട്ട് അതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക. ഇതാ നോക്കിക്കോളൂ, ഈ ലെയർ തിരിഞ്ഞേക്കുന്ന കണ്ടോ, ഓരോ ലെയറും ഇങ്ങനെ. എത്ര ലെയറാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇത് നമ്മൾ എത്ര പ്രാവശ്യം മടക്കി കൊടുത്തു. ഓരോ ലെയറിനകത്തും നമ്മൾ ഓയിലും മൈദയും തൂക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് കാണുമ്പം തോന്നും ഇതിനകം ഒന്നും വെന്തില്ലെന്ന്, പക്ഷേ ഇതിൻ്റെ അകം എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. അത് നമ്മൾ ആ മീഡിയം ഫ്ലെയിമിൽ അതിൻ്റെ താഴെയോ ഇട്ട് വേണം ഇത് ചുട്ടെടുക്കാൻ. അതുപോലെ തന്നെ അല്പം ഓയിൽ തേച്ചിട്ട് ചുടുമ്പോഴാണ് കറക്റ്റായിട്ട് ഇതിനകമൊക്കെ വേവുകയും ചെയ്യും. അപ്പോൾ എത്ര സോഫ്റ്റാണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ, നല്ല സോഫ്റ്റാണ്. ഇതൊരു ചപ്പാത്തിയാണ്, ഒറ്റ ചപ്പാത്തിയാണിത്. കാണുമ്പം തോന്നും 5-6 ചപ്പാത്തി അടുക്കി വെച്ചേക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതാണ്ടേ ഇങ്ങനെ ഒന്ന് പൊക്കിയെടുക്കുമ്പോൾ കണ്ടോ, പൊറോട്ടയൊക്കെ നമ്മൾ ലെയറായിട്ട് വരത്തില്ലേ, അതിനേക്കാളും ഹെൽത്തിയാണ്. അതിൻ്റെ പകുതി മാത്രമേ ഓയിൽ നമുക്ക് ചിലവുള്ളൂ. ഉണ്ടോ, എത്ര ഈ കനം കുറഞ്ഞ ലെയറുകളാണ് ഇതിന് കിട്ടിയേക്കുന്നത്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. അതുപോലെ ഒന്ന് കമൻറ്റ് കൂടി ചെയ്തേക്കണേ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ എന്നറിയണമെങ്കിൽ ഈ റെസിപ്പി ഞാൻ പറഞ്ഞതുപോലെ കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ട് അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അറിയാം ഇത് എത്രമാത്രം സോഫ്റ്റ് ആണെന്നും നല്ല ടേസ്റ്റും ആണെന്നും. മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി. താങ്ക് യു.